ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ കേരള സ്റ്റൈൽ പൊറോട്ടയാണ്. വീശാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇത് ഏറെ ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ കേരള സ്റ്റൈൽ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ മൈദ മാവിന് 1 മുട്ട എന്ന അളവാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലായാലും മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് വേണം മിക്സ് ചെയ്യാൻ. നമ്മളെ പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിലോട്ട് അലിയണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മാവ് ഇതും കൂടെ ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് കൈവച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. നമുക്ക് ഈ മാവ് ഈ പരുവത്തിലൊന്ന് നനച്ചെടുക്കണം. എനിക്ക് ഈ പരുവത്തിൽ നനച്ചെടുക്കാൻ ആവശ്യമായ വെള്ളമെന്ന് പറയുന്നത് 1 കപ്പും 2 ടേബിൾ സ്പൂണും ആണ്. നമ്മളെടുക്കുന്ന മൈദയ്ക്കനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ച് എടുക്കാം. ഒരു ബോൾ രൂപത്തിലായിട്ട് നമുക്ക് മാറണം. നന്നായിട്ട് മാവ് കുഴച്ച് നല്ല ബോൾ ഷേപ്പിലാവണം നമ്മൾ ഈ മാവിൻ്റെ ഈ പരുവം നോക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുഴിഞ്ഞ് തിരിച്ച് അതേപോലെ വരുന്നതാണ് നമ്മളെ മാവിൻ്റെ പരുവം. ഇനി നമുക്ക് ഒരു പാത്രത്തിലിട്ട് കുറച്ച് ഓയിൽ തേച്ച് മാവിൻ്റെ പുറത്തും കൂടി കുറച്ച് ഓയിൽ തേച്ച് ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിത് മൂടി വയ്ക്കണം. നനഞ്ഞ തുണി കൊണ്ട് മൂടുന്നതെന്ന് വെച്ചാൽ നമ്മളെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി വയ്ക്കുന്നത്. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ മൂടി വയ്ക്കണം. ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ നോക്കിയതാ ഇങ്ങനൊരു ടെക്സ്ചറിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം ഈ മാവ്. അതിനുവേണ്ടി ഞാൻ ഈ മാവ് ഇതുപോലെ ഒന്നാക്കിയിട്ട് ഞാനൊരു മീഡിയം സൈസിലായിട്ടാണിത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഈ മാവ് ഇങ്ങനെ ബോൾസാക്കി എടുക്കണം. ഈ പറയുന്നത് പോലെ ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടത്തുള്ളൂ. ഞാനെല്ലാം ഇതേപോലെ ഒരു മീഡിയം സൈസൊക്കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇത് ബോളാക്കി എടുക്കേണ്ടത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 3 ടേബിൾ സ്പൂൺ ഡാൽഡയുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസിൽ ഓരോന്നിലും ഇത് നന്നായിട്ട് പുരട്ടി ഒരു 1/2 മണിക്കൂർ വെച്ചിരിക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് തടവി കൊടുക്കണം. എല്ലാം ബോൾസാക്കി എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നനഞ്ഞ തുണിയിട്ട് നമുക്ക് 1/2 മണിക്കൂർ വെച്ചേക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓയിൽ കൗണ്ടർ ടോപ്പിലും നമ്മൾ ബോളിൽ ഒഴിച്ച് നന്നായിട്ട് കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ചത് ഇതുപോലെ വേണം പരത്താൻ. ഇത്രയും സൈസ് ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് പരത്താം. ചപ്പാത്തി റോളർ വെച്ച് പരത്തിയാലും മതി. ഈ മാവൊന്ന് ട്രാൻസ്പാരൻ്റ് ആകണം. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ചെറുതായിട്ട് മുറിഞ്ഞു പോയാലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ട്രാൻസ്പാരൻ്റ് ആവണം.
ഇങ്ങനെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയതിന് ശേഷം നമുക്കൊരു പിച്ചാത്തി വെച്ച് നന്നായിട്ടൊന്ന് ഞാനിതിൽ പറയുന്നത് പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അടുപ്പിച്ച് വേണം ചെയ്യാൻ. അടുപ്പിച്ച് വരയുന്നതിനനുസരിച്ച് നമുക്ക് ലെയർ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ മൊത്തം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഓയിലിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മൈദ മാവും കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഞാനിതേപോലെ കാണിക്കുന്ന പോലെ ഇങ്ങനെ നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കണം. ഇതൊക്കെ നമുക്ക് സമയമുള്ളപ്പോൾ വേണം നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ. ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ ഈ പൊറോട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നിട്ട് നമുക്കിതൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് ചുറ്റി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അവസാനം നമുക്ക് ഒരുമിച്ച് മാത്രം ചുട്ടാൽ മതി. ഞാനെല്ലാം ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ മാവിൽ നമുക്കൊരു 9-10 പൊറോട്ട കിട്ടും, ഒരു മീഡിയം സൈസ്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ഇതേപോലെ കൈ വെച്ചൊന്ന് പരത്തിയെടുക്കാം. വളരെ പതുക്കെ ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പൊറോട്ട ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ എന്നോട് പറയണം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി നമ്മൾ ഈ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ. ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതെടുക്കാം. ഇനി നമുക്ക് പൊറോട്ട അടിക്കാം. ഒരു 4-5 പൊറോട്ട ചുട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് അടിക്കാം. കയ്യിലൊന്ന് ഓയിൽ തടവിയിട്ട് നമ്മുടെ പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീശാതെ ഉണ്ടാക്കിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വീട്ടിൽ ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയണം. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.